ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുത്ത ആഴ്ച ഇനി പത്രമാറ്റിൽ കാണിക്കാൻ പോകുന്നതൊക്കെ നല്ല അടിപൊളി സീനുകളാണ് കേട്ടോ. അങ്ങനെ അവന്തിക്ക് അനിയെ ഒരുപാട് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അങ്ങനെ അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇനി അവന്തിക്ക് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് അനിയോടൊപ്പം മാത്രമാണെന്നും നവീൻ വക്കീൽ എന്നെ വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അയാളെക്കാളും മികച്ച ഒരാളെ, എന്തുകൊണ്ടും നല്ല ഒരാളെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് അനിയേട്ടനെ അല്ലാതെ മറ്റാരെയും എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ എനിക്കിനി ആവില്ലെന്ന് അവന്തിക തന്നെ മുത്തശ്ശനോട് തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണുകയും കുട്ടികളുടെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് ജാനകിയോടും അതുപോലെ ജയനോടൊക്കെ സംസാരിക്കുമ്പം അവർക്കും വലിയ താല്പര്യമാണ് കേട്ടോ. അവന്തികയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോഴേക്കും ജാനകിക്കും അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം അനിയുടെ മുറപ്പെടുന്നതിനാണല്ലോ അവന്തിക. പോരാത്തതിന് നമ്മുടെ തറവാട്ടിൽ തന്നെ താമസിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. പോരാത്തതിന് അനിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അനിക്ക് നല്ലൊരു ഭാര്യയായിട്ട് അവൾ ഉണ്ടാവുമെന്നാണ് ജാനകിയും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അനി അവധിയെ ഒന്നിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ പോലും അനി അതിനെ എതിർത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം അനിയുടെ മനസ്സിൽ നന്ദൂനല്ലാതെ വേറെ ആർക്കും തന്നെ സ്ഥാനമില്ല. ഇങ്ങനൊരു ഇഷ്ടം തന്നോട് അവന്തിക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അനി അതിനെ വിലക്കുന്നൊക്കെയുണ്ട്. ഇത്രയും നാളും ഒരു പെങ്ങളെപ്പോലെയാണ് കണ്ടതെന്നും അവന്തിക്ക് അങ്ങനെ ഒരു സ്ഥാനത്ത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നൊക്കെയാണ് അനി പറയുന്നത്. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ദേവയാനും ജാനകിയും എല്ലാം കൂടി ഇവരുടെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടത്താനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. എന്നാൽ അനിയുടെ ജീവിതം വെച്ചൊരു പരീക്ഷ നടത്താൻ തയ്യാറല്ല അന്ന് തന്നെ അനാമികമായിട്ട് എങ്ങനെയാണ് വിവാഹം നടന്നെന്നുള്ളതും തൻ്റെ ഇഷ്ടം തനിക്ക് തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇത്രയും നാളും തനിക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിച്ചത് തന്നെ നരകതുല്യമായിരുന്നു എന്നൊക്കെ അനിയോടെ പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അനിയുടെ ഇഷ്ടത്തിന് വകവയ്ക്കുന്നില്ല. നന്ദുവുമായിട്ടുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നന്ദുവിനെ അല്ലാതെ വേറെ ആരും എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനാവില്ലെന്നും ഒരിക്കലും അവന്തികയുടെ കഴുത്തിൽ താലി കെട്ടില്ലെന്നും അനി ഉറപ്പിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നതുകൊണ്ട് തന്നെ അനിക്ക് അവരെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. പോരാത്തതിന് ജാനകിയും അനിയുടെ പിന്നാലെ തന്നെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നും അങ്ങനെ അവളെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്നും അതുകൊണ്ട് തന്നെ അമ്മയും മുത്തശ്ശനെയൊക്കെ വെറുപ്പിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് അനി നിൽക്കുന്നത്. അവസാനം അനി വേറെ വഴിയൊന്നും ഇല്ലാന്നിട്ട് പറയുന്നുണ്ട്, നന്ദുവിനെ സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ആവശ്യമില്ല. അവന്തികയെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. അവന്തികയെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്കാവില്ല. അത് തന്നെയുമല്ല, അനാമികമായിട്ടുള്ള കേസ് ഇതുവരെ ഒത്തുതീർപ്പൊന്നും ആയിട്ടില്ലല്ലോ. കേസ് കോടതിയിൽ നടക്കുകയല്ലേ. ലീഗലി അവളുമായിട്ട് ഡിവോഴ്സ് ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിവാഹ നിശ്ചയം നടത്തുക തന്നെ തെറ്റാണ്. ഇത് പോലീസുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ വല്ല പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനി. അവന്തിയുമായുള്ള വിവാഹത്തിന് അനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ആദർശ നയനയും അനിയെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് നിനക്ക് ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ലെന്നും അവൾ നിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്നതെന്നും അവളെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കണ്ട് അവളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവന്തിക നല്ലൊരു പെൺകുട്ടിയാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവന്തികയെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് അവളുടെ സ്വഭാവം അവളുടെ അമ്മയുടെയും മകളുടെയും പോലെയൊന്നും അല്ലല്ലോ. അവൾ നമ്മൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ കുടുംബത്തിനോ നിനക്കോ ഒരു ദോഷം ഉണ്ടാവണമെന്ന് അവൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അവളെ ചെറുപ്പം മുതലേ നമുക്കറിയാവുന്നതല്ലേ. നേരത്തെ അബിയുടെ അപ്പച്ചയുടെ ഒക്കെ കൂടി അവൾ ഓരോന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും അവൾ അയർലൻഡിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അവന്തിക ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് തെറ്റുകളെല്ലാം ചൂണ്ടിക്കാട്ടി അവരെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് ശേഷം അവൾക്ക് വേറെ വീട്ടിലേക്ക് പോകേണ്ടിയും വരില്ല. എല്ലാവരുടെയും കൂടെ അവൾക്ക് അവിടെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് യാതൊരു കാരണവശാലും അവന്തികയെ വിഷമിപ്പിക്കരുതെന്നും ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണ് നയനയും പറയുന്നത്. നിനക്കറിയാമല്ലോ അനി, നിന്റെ ജീവിതം സന്തോഷമായിട്ട് പോകുന്ന കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അനാമിക നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ നിനക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് അവളോട് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റൂമിനുള്ളിൽ നിങ്ങൾ എപ്പോഴും ഒരു കീരിയും പാമ്പിനെയും പോലെയല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അവധിക്ക് കല്യാണം കഴിച്ചാൽ അങ്ങനെയൊന്നും ആവില്ലല്ലോ. അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പല്ലേ എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട് കേട്ടോ. വേറൊരു വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ആ വീടുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. ഇവിടെ ആ ഒരു പ്രശ്നമില്ലല്ലോ. അവധിക്ക് നമ്മുടെ വീട്ടിലെ തന്നെ കുട്ടിയായതുകൊണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ ഞങ്ങളോട് ആദ്യം വന്ന് പറഞ്ഞത്. അവളുടെ ആ ഒരു സംസാരത്തിലും അവളുടെ പെരുമാറ്റത്തിലുമൊക്കെ നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.
അവളുമായുള്ള കല്യാണത്തിന് ശേഷം അവൾ നിന്നെ സ്നേഹിക്കും പോലെ തന്നെ നീയും അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആവുമെന്നൊക്കെ തന്നെ ആദർശം പറയുന്നുണ്ട്. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. നിനക്കറിയാവല്ലോ മോനെ, നിന്റെ കാര്യം ഓർത്ത് നിന്റെ അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. നീ ഒരു നല്ല കുടുംബജീവിതം നയിച്ചു കാണാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും മോൻ ഈ വിവാഹത്തിന് സമ്മതിക്കണം. നന്ദുവിനെ നിനക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം. അവൾക്കും അങ്ങനെ തന്നെ. എന്തായാലും നന്ദുവിനെ നിനക്ക് വിവാഹം കഴിച്ചു തരുന്നതിന് അവർക്ക് ആർക്കും താല്പര്യമില്ല. നന്ദുവിനെ മരുമകളായി സ്വീകരിക്കാൻ നിന്റെ അമ്മയ്ക്കും താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നന്ദുവിനെ മറന്നിട്ട് അവന്തിയെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ടാ, എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ നന്ദുവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി എത്ര പെൺകുട്ടികളെ കാണിച്ചു തന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് നന്ദു പോവില്ല. എൻ്റെ ജീവിതത്തിൽ നന്ദുവിന് മാത്രമേ സ്ഥാനമുള്ളൂ എന്നൊക്കെ തന്നെ അനി തറപ്പിച്ച് പറയുകയാണ്. ആദർശം നയനിയൊക്കെ ഇതിൻ്റെ പേരും പറഞ്ഞ് അനിയെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ടെങ്കിലും അനി ആകെ പെട്ടുപോയൊരവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് എങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നൊക്കെ ഓർത്ത് ആകെ കൺഫ്യൂഷനായി ഇരിക്കുകയാണ് അനി. അതിനുശേഷം നയന നന്ദുവിനെ വിളിച്ചിട്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അനിയുമായിട്ട് നിനക്കിപ്പോഴും അടുപ്പമുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാലും ആ ഒരു വിവാഹബന്ധം നടക്കാൻ മറ്റാരും തന്നെ സമ്മതിക്കുന്നില്ലല്ലോ മോളെ. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയും ഒട്ടും സമ്മതിക്കുകയില്ല. നിന്നെയും കൂടി അനന്തപുരിയിലെ മരുമകളാക്കാൻ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നിന്നെ ഒരു മരുമകളായി സ്വീകരിക്കാൻ അനിയുടെ അമ്മയും ഒട്ടും തയ്യാറില്ല. പിന്നെ എങ്ങനെയാ മോളെ നിങ്ങൾ കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്? അതുകൊണ്ട് നീ അനിയെ മറക്കണം. അനിയും അവന്തിയും തമ്മിലുള്ള വിവാഹം നടക്കണം. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെന്നാണ് ഇപ്പം അനന്തപുരിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് നമ്മളായിട്ടൊരു തടസ്സം എന്തിനാ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ നയനേച്ചി, അവന്തേക്ക് അങ്ങനെ ഒരു ഇഷ്ടം അനിയോട് തോന്നിയാൽ ഇപ്പം എന്നാ ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവല്ലോ ചേച്ചി. എനിക്ക് ഒരിക്കലും എന്നെ മറക്കാനാവില്ല. അതുപോലെ തന്നെ എനിക്കും. ഞങ്ങൾ അകലാൻ നോക്കുന്നതോറും പരസ്പരം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് കാണാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ കഴിയില്ല. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോയാലും ഒരിക്കലും അനിയുടെ സ്ഥാനത്തേക്ക് വേറൊരു പുരുഷനെ കാണാൻ എനിക്കാവില്ല. അതുപോലെ തന്നെയാണ് അനിയുടെ കാര്യവും. അനിയുടെ മനസ്സിൽ അവന്തിക്ക് അനി അങ്ങനെയല്ല കാണുന്നത്, ഒരു പെങ്ങളെ പോലെയാണ് കാണുന്നത്. എത്ര അകലാൻ ശ്രമിച്ചിട്ടും അതിനൊന്നും കഴിയുന്നില്ല അങ്ങനെ പറയുകയാണ് നന്ദു. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട മോളെ, നമുക്ക് ഈ ബന്ധം വേണ്ട. അനിയോടുള്ള എല്ലാ ഇഷ്ടങ്ങളും മോൾ ഉപേക്ഷിക്കണം. നമുക്കിത് ശരിയാവില്ല. അനിയോടുള്ള ഇഷ്ടം അവന്തിക്ക് ആദ്യം തന്നെ വന്ന് പറയുന്നത് എന്നോടും ആദർശേട്ടനോടുവാ. എന്നിട്ട് അവൾ അത് മുത്തച്ഛനോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും അത് ഒരുപാട് സന്തോഷമായി. അവർ രണ്ടുപേരും നല്ല ജോഡികളാണെന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. അവന്തികയെ മരുമകളായി സ്വീകരിക്കാൻ അനിയുടെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ തറവാട്ടിലെ എല്ലാവരും ഈ ഒരു തീരുമാനത്തെ അനുകൂലിക്കുന്നവരാ. അതിനിടയിൽ അനി ഇങ്ങനെ ഒരു തടസ്സം പറയുന്നതുകൊണ്ട് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ അവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് വിഷമാവുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെയും അവന്തികയുടെയും നിശ്ചയമൊക്കെ നടത്താനുള്ള തീരുമാനത്തിലാണ് അവർ. അതുകൊണ്ട് മോൾ എന്തായാലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അനിയും മോൾക്ക് ഇഷ്ടമല്ലെന്ന് മോൾ അവനോട് തുറന്നു പറയണം. നമുക്ക് ഈ ബന്ധം വേണ്ട മോളെ. അനിയെ കല്യാണം കഴിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് മോൾ എന്തായാലും അനിയുടെ ജീവിതത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ. ഒടുവിൽ എല്ലാവരുടെയും സമ്മർദ്ദവും ഉപദേശവും ഒക്കെ കാരണം അനിയെ ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറാവുകയാണ് നന്ദു. താൻ കാരണം ഇനി അവൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട, എല്ലാവർക്കും അവന്തികയുമായുള്ള ബന്ധം നടക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. കനകയും ഗോവിന്ദനും നയനയും ആദർശമൊക്കെ നിരന്തരം നന്ദുവിനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കാരണം നന്ദുവിൻ്റെ മനസ്സ് മാറ്റിയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം അനിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നും അനിയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും നന്ദുവിനോട് തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവളെ ഇതിൽ നിന്ന് പിന്മാറ്റിയാൽ മാത്രമേ അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നന്ദുവിനെ ഇവർ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കല്യാണത്തിനായിട്ട് നന്ദുവിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തറവാട്ടിൽ അനിയുടെ സമ്മതം വലിയ കാര്യമായിട്ട് എടുക്കാതെ തന്നെ നിശ്ചയത്തിനുള്ള പരിപാടികളൊക്കെ അവർ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനെയും ജാനകിയൊക്കെ എതിർത്ത് അനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ വിവാഹ നിശ്ചയത്തിന് മനസ്സോടെ സമ്മതിക്കേണ്ടി വരികയാണ് അനിക്കും. എന്നാൽ ഇവരൊക്കെ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നവ്യ ചിന്തിക്കുന്നത്. തൻ്റെ അനീതിയായ നന്ദുവും അനിയും തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടെന്നും അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റാത്തത്ര രീതിയിൽ അവരടുത്ത് പോയെന്നൊക്കെയുള്ളത് നവ്യ മനസ്സിലാക്കിയിട്ട് തന്നെ ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് തന്നെ നമ്മുടെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്. എൻ്റെ അനിയത്തി നന്ദു ഒരുപാട് ആഗ്രഹിച്ചതാണ് അനിയുമായിട്ടുള്ള ജീവിതം. അതുപോലെ തന്നെ അനിക്കും നന്ദുവിനും ഒരുപാട് ഇഷ്ടമാണ്. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിയില്ല. അങ്ങനെയുള്ളപ്പം മനസ്സുകൊണ്ട് അടുത്ത് അവർ തന്നെ ഒന്നിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ തന്നെ നവ്യം തീരുമാനിക്കുകയാണ്. അനിയുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ നന്ദു ഉള്ളതുകൊണ്ടാണല്ലോ അനാമികയെ പോലും അവൻ അവൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാതിരുന്നത്. എന്നാൽ അവന്തികയെക്കുറിച്ചുള്ള ചില സത്യങ്ങളൊക്കെ നവ്യ മനസ്സിലാക്കിയതുകൊണ്ടാണ് അനിയുമായുള്ള അവന്തികയുടെ വിവാഹ നിശ്ചയം മുടക്കി ആ സ്ഥാനത്ത് നന്ദുവിനെ അനിയെ ഒന്നിപ്പിക്കണം എന്നൊക്കെ നവ്യ തീരുമാനിക്കുന്നതും.
അത് വേറൊന്നുമല്ല, അനിയോടുള്ള തൻ്റെ ഇഷ്ടം അവന്തിക തന്നെ തറവാട്ടിൽ എല്ലാവരോടും തുറന്നു പറഞ്ഞ സമയത്ത് അബി അവന്തികയും തമ്മിൽ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നവ്യ കേൾക്കാൻ ഇടയാവുന്നുണ്ട്. അനിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിലെ ഗൂഢതന്ത്രം മനസ്സിലാക്കിയിട്ടാണ് നവ്യ ഇവരുടെ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നത്. എന്തായാലും അനാമിയെപ്പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷം അനി ഒരുപാട് യാതനകൾ അനുഭവിച്ചെന്നും കുടുംബത്തിനകത്ത് ഒരുപാട് സമാധാനക്കേടും നാണക്കേടും ഒക്കെ ഉണ്ടായതാണല്ലോ. ഇനിയും അങ്ങനൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ ഇങ്ങനൊരു തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി ആയ അനിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എം ഡിയുടെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനവും കാലക്രമേണ അനന്തപുരി തറവാടിൻ്റെയും മൂർത്തിസ് ജ്വല്ലറിയുടെയും എല്ലാ അവകാശങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അവന്തിക അബിയൊക്കെ ഇങ്ങനൊരു നാടകം കളിക്കുന്നതെന്ന് നവ്യ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല, അത് മുടക്കിയേ പറ്റുള്ളൂ. അവന്തികയുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാണിക്കണം. അവളുടെ മനസ്സിൽ ഇങ്ങനൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് അവൾ അനിയെ വിവാഹം കഴിക്കുന്നതെന്ന് എല്ലാവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എല്ലാവർക്കും അത് വിശ്വാസമാകുള്ളൂ. അവളിപ്പം നല്ലവണ്ണം തകർത്ത് അഭിനയിക്കുകയല്ലേ. മൂർത്തി മുത്തശ്ശൻ കെട്ടിപ്പടുത്തിയ ഈ സാമ്രാജ്യം മുഴുവൻ ചേട്ടനും അനിയത്തിയും കൂടെ കൈവശപ്പെടുത്തി എടുക്കാനുള്ള ഒരു ഡ്രാമയാണെന്നുള്ളത് എല്ലാവരുടെ മുമ്പിൽ തെളിവ് സഹിതം തുറന്നു കാട്ടണമെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് നവ്യ. സത്യങ്ങളൊന്നും തിരിച്ചറിയാതെയാണ് എല്ലാവരും കൂടി അനിയെ വീണ്ടും ഒരു പടുകുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കുന്നത്. അതിൽ നിന്ന് അവൻ പൂർണ്ണമായിട്ട് റിക്കവറായി എഴുന്നേറ്റ് വന്നിട്ട് പോലുമില്ല. അതിനു മുമ്പായി തന്നെ അടുത്ത കെണിയിലേക്ക് അവനെ ചാടിച്ചു വിടാനാണ് നോക്കുന്നത്. എന്തായാലും ഈ വിവാഹത്തിന് പിന്നിലെ അവരുടെ ഉദ്ദേശം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മാത്രമല്ല എൻ്റെ അനിയത്തിമാരുടെയും കൂടെ ജീവിതമാണ് ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് ഇവരുടെ മനസ്സിലെ ഉദ്ദേശം എന്തായാലും നടക്കാൻ പോകുന്നില്ല. നന്ദുവും അനിയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല. അവരാണ് ഒന്നിക്കേണ്ടത്. എന്നിട്ടും സ്വന്തം കൊച്ചുമോൻ്റെ മനസ്സിലെ ഇഷ്ടം ഇവരെന്താ തിരിച്ചറിയാത്തത്? അവന്തിക്ക് അനിയോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറഞ്ഞെങ്കിലും അനിക്ക് തിരിച്ച് അവന്തിയോട് അതേ രീതിയിലുള്ളൊരു ഇഷ്ടമുണ്ടോ എന്നൊക്കെയുള്ളത് ഇവർ നോക്കേണ്ടതല്ലായിരുന്നോ? മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ കുരുതി കൊടുക്കേണ്ട അവസ്ഥ അനിയുടേത്. അബി എന്ന പെരിങ്കള്ളനെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഈ അവസ്ഥയിലായി നിൽക്കുകയല്ലേ. ഞാനും എൻ്റെ അനന്തപത്മനാഭനും ഒക്കെ ഇപ്പോൾ അവനൊരു അധികപ്പറ്റായിട്ടാണ് തോന്നുന്നത്. പൊറുക്കാൻ പറ്റാത്ത പല തെറ്റുകളും ചെയ്തിട്ട് പിടിക്കപ്പെടും എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോൾ അവൻ ഈ തറവാട്ടിൽ നിന്ന് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചതും ഈ കണ്ട നാടകമെല്ലാം കളിച്ചതും. അവന്തിയെ കല്യാണം കഴിച്ചാലും അവൻ്റെ ജീവിതവും ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത്. എന്തായാലും ഞാനിവിടെ മുന്നിട്ടിറങ്ങിയേ പറ്റുള്ളൂ. എന്തായാലും അബിയെ തകർക്കാനായി ഞാൻ തുനിഞ്ഞിറങ്ങിയതല്ലേ, ഇനി പിന്നോട്ടില്ല. അബിയുടെയും അവന്തിയുടെയും ആ ഡേവിഡിൻ്റെയൊക്കെ മനസ്സിലെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കണം. അതിന് എത്രയും പെട്ടെന്ന് തന്നെ അനിയെ കണ്ട് അനിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അങ്ങനെ പുറത്തു വെച്ച് അനിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ നവ്യ തീരുമാനിക്കുകയും എന്നിട്ട് നവ്യ തന്നെ അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്നും നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്ത് കാര്യമാണ് ഇടത്തേക്ക് എന്നോട് സംസാരിക്കാനുള്ളതെന്നൊക്കെ അനി ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇത് ഇച്ചിരി അർജൻറ്റായിട്ടുള്ള കാര്യമാണ്, നിൻ്റെയും അവന്തിയുടെയും വിവാഹ നിശ്ചിത കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണെന്ന് പറയുകയാണ്. നിന്നെയും നന്ദുവിനെയും ബാധിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഉടനെ തന്നെ വരാമെന്നൊക്കെ അനിയും കേൾക്കുന്നുണ്ട്. നവ്യ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചുകൊണ്ട് തന്നെ അനിക്ക് പോകാൻ മടിയാണ് കേട്ടോ. കാരണം എ എൻ ജ്വല്ലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണല്ലോ നവ്യ. അത് മാത്രമല്ല അബിക്കും അവിടെ ഒരു ജോലി മേടിച്ചു കൊടുക്കുകയും എ എൻ ജ്വല്ലറിയുടെ വലിയൊരു ഭാഗമായിട്ട് തന്നെ അവർ മാറുകയും ചെയ്തിരിക്കുകയല്ലേ. മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കാനും അനന്തപുരിയിലുള്ളവരുടെ സമാധാനം തല്ലിക്കെടുത്താനും ആണല്ലോ നവ്യ അബിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തന്നോട് എന്ത് കാര്യം സംസാരിക്കാനാണ് ഇപ്പം എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് നമ്മുടെ അനി. തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുപക്ഷത്തുള്ള ജ്വല്ലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാ ഏട്ടത്തെയും അതുപോലെ അബിയും ഒക്കെ. മൂർത്തിസ് ജ്വല്ലറിയുടെ ഇപ്പോഴത്തെ എം ഡി ഞാനായതുകൊണ്ട് എന്നെ തകർക്കാൻ നിങ്ങൾ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്ത് വന്നതാണെന്നുള്ളതൊക്കെ എനിക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അനി. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ വന്നത് നിന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല, നിൻ്റെയും നന്ദുവിൻ്റെ കാര്യം സംസാരിക്കാനാണ്. നിന്നോട് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് അപ്പം തന്നെ ആദിച്ചേട്ടനെയും അതുപോലെ നയനെയൊക്കെ വിളിച്ച് പറയുന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇത് നീ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണോ അനി. അനന്തപുരിയിലുള്ള എല്ലാവരും അവന്തിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്താൻ ഭയങ്കര ധൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ആ ഒരു വിവാഹ നിശ്ചയം നടത്താൻ നിനക്ക് ഒട്ടും താല്പര്യമില്ലെന്നുള്ളത് എനിക്കറിയാം. നീയും നന്ദുവും തമ്മിൽ ഇപ്പോഴും അടുപ്പത്തിലാണെന്നുള്ളതും എനിക്കറിയാം. ഒരിക്കലും അവന്തിക നിനക്ക് പറ്റിയ പെണ്ണല്ല. അവളെ വിവാഹം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൾക്കും അവളുടെ അമ്മയുടെയും ആങ്ങളുടെയൊക്കെ അതേ സ്വഭാവം തന്നെയാണ്. നല്ലവെള്ള ചമഞ്ഞ തറവാട്ടിലെ എല്ലാവരെയും അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുക. അവളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നൊക്കെയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവന്തികയും അബിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളും അതുപോലെ അവന്തിക എന്തിനാണ് അനിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാനാവുന്നില്ല. നവ്യടത്തി തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. മൂർത്തിസ് ജ്വല്ലറിയുടെ നാശം കാണാൻ വേണ്ടി കാത്തിരുന്ന നവ്യടത്തി ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്കറിയാം അനി,
ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നിനക്ക് വിശ്വാസയോഗ്യമാവില്ല എന്നുള്ളത്. കാരണം അബിയുടെ കൂടെ കൂടി ഞാൻ അത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. മുത്തശ്ശനോടും മുത്തശ്ശിയോട് പോലും അപമര്യാദയായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അതൊക്കെ വലിയൊരു തെറ്റാണെന്നുള്ളത് എനിക്കറിയാം. എന്നാലും അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അബിയെയും അതുപോലെ അബിയെ സഹായിച്ച ആ ഡേവിഡിനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴും മെയിൻ ജ്വല്ലറിൽ ജോലി ചെയ്യുന്നതെന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ അനിയുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് നവ്യ. ഇവരുടെ ഈ കളിയിൽ അവന്തിക്ക് ഒരു പങ്കുണ്ടെന്നും നിന്നെ വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്ന പോലും ഈ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുള്ളത് അവർ സംസാരിക്കുന്ന ഞാൻ കേട്ടതാണെന്നൊക്കെ നമ്മുടെ നവ്യ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാൻ എനിക്കും ആവുന്നില്ല കേട്ടോ. വിശ്വസിക്കണമെന്നും വിശ്വസിക്കേണ്ടെന്നും തോന്നുകയാണ്. എന്നാൽ അവന്തിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നേ പറ്റുള്ളൂ എന്നാണല്ലോ തറവാട്ടിലെ എല്ലാവരും പറയുന്നത്. അവന്തിയുമായുള്ള ഒരു വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് നവ്യ സഹായിക്കുന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും അനി പിന്നെ നവ്യയുടെ കൂടെ നിൽക്കുകയാണ്. അവന്തിയുടെയും അബിയുടെയൊക്കെ മുഖംമൂടി വലിച്ചു കയറാനും അവരുടെ ഈ നാടകത്തിന് പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാനും ഒക്കെ നവ്യയെ സഹായിക്കാനായിട്ട് അനിയോട് ആവശ്യപ്പെടുന്നുണ്ട് നവ്യ. എന്നിട്ട് അനിയോടായിട്ട് നവ്യ പറയുന്നുണ്ട്, തൽക്കാലം ഈ കാര്യം മറ്റാരും അറിയരുതെന്നും ഈ വിവാഹ നിശ്ചയം മുടക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യണമെന്നും പറയുകയാണ്. അനിയും അക്കാര്യത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ. കാരണം നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നാണല്ലോ എനിക്ക് ആഗ്രഹം. അവന്തിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണമെന്നൊക്കെയാണ് അനിയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ നവ്യ തന്നെ സഹായിക്കാമെന്നും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹായിക്കാമെന്നും പറയുന്നുണ്ട്. അവന്തിക്ക് ഇപ്പം നല്ലവെള്ള ചമഞ്ഞ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും പെറ്റായിട്ടിരിക്കുകയാണല്ലോ. അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അവളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും അവളെ സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ തിരിച്ചറിയട്ടെ. അവളും അവളുടെ ചേട്ടനെയും അമ്മയും പോലെയൊക്കെ തന്നെയാണെന്നുള്ളത്. അവളെപ്പോലെ ഒരുത്തിയെ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം എന്തായി തീരുമെന്നൊക്കെയുള്ളത് അവരൊന്ന് മനസ്സിലാക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നിന്റെ വിവാഹ നിശ്ചയം താനെ മുടങ്ങുവാനീ. പിന്നെ നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നന്ദുവിനെ നിനക്ക് വിവാഹം കഴിക്കാനും സാധിക്കും. അതിന് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് തെളിവുകളാണ് ആവശ്യം. ആ തെളിവ് സംഘടിപ്പിക്കാൻ നീ എന്നെ സഹായിക്കണമെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അബിയുടെയും ഡേവിഡിൻ്റെയും യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞതിന് ശേഷം താൻ എന്തുകൊണ്ടാണ് ഏൻ ജ്വല്ലറിൽ പിടിച്ചു നിൽക്കുന്നതെന്നും ഏൻ ജ്വല്ലറിൽ എന്നോട് തന്നെ ആദർശേട്ടനെയും അതുപോലെ നിന്നെയൊക്കെ സഹായിക്കുന്നത് ഇതിനു വേണ്ടിയാണെന്നും അനന്തപുരി തറവാടിനെയും മൂർത്തി മുത്തശ്ശനെയും അതുപോലെ ആദർശേട്ടനെയും നിന്നെയൊക്കെ ഇവരെന്തിനാണ് തകർക്കാൻ നോക്കുന്നതെന്നും ആദർശേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കിങ് ഓഫ് കോബ്ര അതാരാണെന്നൊക്കെ ഉള്ളതും നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവന്തിയേക്കും ആബിക്കും എന്താണ് അവരുമായിട്ട് ബന്ധമെന്നുള്ളതും കണ്ടുപിടിക്കണം. അങ്ങനെ അവന്തിയുടെ യഥാർത്ഥ സ്വഭാവം അവർ മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമെന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ആ ഒരു ഉറപ്പിന്മേൽ തന്നെ നമ്മുടെ അനിക്കും ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. അതിനുശേഷം നവ്യയുടെ നിർദ്ദേശപ്രകാരം അവന്തികയെ അനി വാച്ച് ചെയ്യുന്നുണ്ട്. അവൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു തെളിവുണ്ടാക്കാൻ നമ്മുടെ അനിക്ക് കഴിഞ്ഞില്ല കേട്ടോ. കാരണം അതിന് മുമ്പായിട്ട് തന്നെ നാഗേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അനിയുമായിട്ടുള്ള വിവാഹത്തിന് തറവാട്ടിലെ എല്ലാവരും സമ്മതിച്ചിരിക്കുന്നുണ്ട്. ഇനി നാഗേന്ദ്രനുമായിട്ട് അടിക്കടി കൂടിക്കാഴ്ച ഒന്നും വേണ്ടാന്നും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതി എന്നൊക്കെയാണല്ലോ നാഗേന്ദ്രൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്തിക്ക് ഇപ്പോൾ നാഗേന്ദ്രനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. തൽക്കാലം വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ വിവാഹം നടന്നു കിട്ടണം. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് അവന്തികയും. അങ്ങനെ അവന്തിക എല്ലാവരുടെയും ഈ സ്നേഹം കാണിക്കുന്നത് വെറും അഭിനയമാണെന്നും അവളും അബിയും ഒക്കെ ഒരേ പാതയിലൂടെ സഞ്ചരിക്കുകയാണെന്നും ഏൻ ജ്വല്ലറിയുമായി ഇവർക്കൊക്കെ നല്ല ബന്ധമുണ്ടെന്നും ഒക്കെയുള്ളത് തെളിയിക്കാനായിട്ടുള്ള തെളിവിനായി നമ്മുടെ അനിയും കാത്തിരിക്കുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്താനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ദേവയാനും ജാനിയും ഒക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. കാരണം അവർക്ക് എല്ലാവർക്കും അവന്തികയെ ഒരുപാട് ഇഷ്ടമാണ്. അനിയെ മനസ്സിലാക്കി അനിക്ക് നല്ലൊരു ഭാര്യയായിട്ട് കൂടെ ജീവിക്കുന്നതാണ് അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തലേ ദിവസം അവന്തിക നാഗേന്ദ്രനെ വിളിച്ചിട്ട് വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കുമ്പോൾ അച്ഛനത് കാണാൻ പറ്റില്ലല്ലോ, അച്ഛൻ്റെ സാമീപ്യം ഇല്ലല്ലോ എന്നൊക്കെയുള്ള വിഷമമാണ് നമ്മുടെ അവന്തിക അറിയിക്കുന്നത്. എന്നാൽ അവന്തിക നാഗേന്ദ്രനുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ നവ്യ കാണാൻ ഇടയാവുകയാണ്. എന്നിട്ട് നവ്യ അത് മറഞ്ഞു നിന്ന് വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ നമ്മുടെ അനിക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ നവ്യ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നീ എത്രയും പെട്ടെന്ന് നിന്റെ മുത്തശ്ശനെയും അതുപോലെ മുത്തശ്ശിയൊക്കെ കാണിച്ചു കൊടുക്കണം. അവന്തിക വീഡിയോ കോളിൽ സംസാരിക്കുന്നത് ആരോടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവളുടെ മനസ്സിലെ ഉദ്ദേശം അവൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്നോട് സ്നേഹം നടിച്ച് നിന്നെ വിവാഹം കഴിക്കുന്ന എന്താണെന്നൊക്കെയുള്ളത് അവൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇത് നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണിച്ചു കൊടുക്കണം. അവളുടെ ശരിക്കുള്ള സ്വഭാവം അവരൊന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം ഈ വിവാഹം നിശ്ചയം നടത്തണം വേണ്ടി നിൽക്കുന്നത് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നവ്യ അയച്ചു കൊടുത്ത ആ വീഡിയോ അനി മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ആ വീഡിയോ കോൾ ചെയ്യുന്ന ആളെ വ്യക്തമായിട്ട് അതിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ ശബ്ദമൊക്കെ വെച്ചിട്ട് അത് നാഗേന്ദ്രനാണെന്ന് നമ്മുടെ മുത്തശ്ശന് നല്ല സംശയം തോന്നുന്നുണ്ട്. പിന്നെ അവധിക നാഗേന്ദ്രനോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും
കേട്ടിട്ട് അവന്തിക തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെയുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. മൂർത്തിസ് ജ്വല്ലറിയുടെ അനിയെ വിവാഹം കഴിച്ച് അനന്തപുരി തറവാടും അതുപോലെ മൂർത്തിസ് ജ്വല്ലറി എല്ലാം കൈപ്പടയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അവന്തികയും അഭിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നതെന്നും അനിയെ വിവാഹം കഴിച്ചതിന് ശേഷം എല്ലാ സ്വത്തുക്കളും കൈവശപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു നാടകം കളിക്കുന്നതെന്നൊക്കെയുള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവുകയാണ്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി മുത്തശ്ശൻ അവന്തികയോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്തിക അവിടെ ഇട്ട് നിർത്തി പൊരിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. അനിയെ ഇഷ്ടമാണെന്നും അവനെ വിവാഹം കഴിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ ഇത്ര ഒരുക്കങ്ങളൊക്കെ നടത്തിയത്. എന്നിട്ട് നീയും നിന്റെ അമ്മയും ചേട്ടനെയും പോലെ ഞങ്ങളെല്ലാവരും ചതിക്കുകയായിരുന്നു അല്ലേ? നിനക്ക് അവരുടെ അതേ സ്വഭാവം തന്നെയാണല്ലേ? അയർലൻഡിൽ പോയി പഠിച്ചതിന് ശേഷം നിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, നീയും അവരുടെ അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുന്നവളാണ്, അവരുടെ അതേ ചിന്താഗതിയിലുള്ളവളാണ്. അനിയെ വിവാഹം കഴിച്ച് ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനായിരുന്നു നിന്റെ മനസ്സിലെയും പ്ലാൻ. എന്തായാലും നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്നുള്ളത് ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ ചെന്ന് ചാടി നരകതുല്യമായ ഒരു ജീവിതമായിരുന്നു അനിക്ക്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് നീ സ്നേഹം നടിച്ച് മുന്നിൽ വന്നത്. എന്തായാലും അവന് ഭാഗ്യമുണ്ട്. നിശ്ചയത്തിന് തലേ ദിവസമാണെങ്കിലും ഈ സത്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞല്ലോ. നിന്റെ മനസ്സിൽ ഉദ്ദേശമൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഒരിക്കലും അനിയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. നീയും നിന്റെ അമ്മയും നിന്റെ ഏട്ടനെയൊക്കെ ഇവിടെ അടിച്ചു പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. അറിയാമല്ലോ, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങളെ മൂന്നുപേരും ഇവിടെ നിർത്തിയേക്കുന്നത് തന്നെ. ഇനി എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം വെച്ച് എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഇനി എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം വെച്ച് കളിക്കരുതെന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൂർത്തി ആരെന്നുള്ളത് നിങ്ങൾ അറിയുമെന്നൊക്കെ പറഞ്ഞ് മൂർത്തി മുത്തച്ഛൻ നമ്മുടെ അവന്തിയെ ഒന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനജയ്ക്കിട്ടും അവന്തിയെക്കിട്ടും അഭിക്കിട്ടും ഒക്കെ നല്ല താക്കീതും കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ ഒടുവിൽ ആനെ ആഗ്രഹിച്ച പോലെ തന്നെ അവന്തിയുടെ സ്വഭാവം എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാട്ടി ഈ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് അനി തലനാരഴുക്ക് രക്ഷപ്പെടുകയാണ്. ഇതിനൊക്കെ നമ്മുടെ അനിയെ സഹായിച്ചത് നവ്യ തന്നെയാണ്. വിവാഹ നിശ്ചയം മുടങ്ങിയതിന് ശേഷം അനി നവ്യോട് വന്നിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. കാരണം ആ ഒരു വീഡിയോ കിട്ടിയില്ലായിരുന്നെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഞാൻ പറഞ്ഞാലും വിശ്വസിക്കില്ലായിരുന്നു. അത്രയ്ക്ക് നന്നായിട്ടല്ലേ അവൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വീഡിയോ നവ്യേട്ടത്തി കറക്റ്റ് സമയത്ത് അയച്ചു തന്നുകൊണ്ടാണ് മുത്തശ്ശനെയും മുത്തശ്ശിയും അച്ഛനെയും അമ്മയൊക്കെ കാണിച്ച് അവന്തിയുടെ ശരിക്കുള്ള സ്വഭാവം അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും നവ്യേട്ടത്തിയുടെ സഹായം അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. എന്തായാലും നവ്യേട്ടത്തിക്ക് എന്നെ സഹായിക്കാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. നവ്യേട്ടത്തിക്ക് അറിയാമല്ലോ, നന്ദു അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല. ഭാര്യയുടെ സ്ഥാനത്ത് അവളെ അല്ലാതെ വേറെ ആരെയും കാണാൻ എനിക്ക് കഴിയത്തുമില്ല. എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്ദുവിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് തന്നെ ഞാൻ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും നീയും നന്ദുവും ഒന്നിക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷം നന്ദുവും നീയും തമ്മിൽ ഒന്നിക്കുകയും വേണം. ഞാൻ പറഞ്ഞല്ലോ, തറവാട്ടിൽ കുറച്ച് അഴിച്ചുപണികളൊക്കെ ഉണ്ട്. ആദർശേട്ടനും നയനയൊക്കെ തിരിച്ച് തറവാട്ടിലേക്ക് എത്തട്ടെ. എന്തായാലും മേയൻ ജ്വല്ലറിൽ മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പുറത്തെത്തിക്കണമല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വിവാഹം ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരും. അതിനി ആരൊക്കെ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി നന്ദുവിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നീ തന്നെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവാഹ നിശ്ചയം മുടങ്ങിയ സന്തോഷത്തിലാണ് കേട്ടോ ആനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്